വീഡിയോ ആണ്. അപ്പോൾ ഐപാഡ് പ്രോ മേടിച്ചു. അപ്പോൾ 12.9 ഇഞ്ചാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഒരു പാർക്കിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഐപാഡ് പ്രോ മേടിച്ചു, ഇതിൻ്റെ അൺബോക്സിങ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വയർലെസ് കീപാഡ് മേടിച്ചു, വയർലെസ് കീപാഡ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ്. പിന്നെ ഒരു USB-C ഹബ്ബ് മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പോൾ 3 ഐറ്റങ്ങളുടെ ഒരു അൺബോക്സിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യമായി ഐപാഡ് പ്രോ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു മുകളിലുള്ള കവർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് വലിക്കാം. കവർ അങ്ങെടുത്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് കവർ എടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഐപാഡ് കവർ ചെയ്തേക്കേണ്ട ഒരു പ്ലാസ്റ്റിക് ഇമേജ്. അപ്പോൾ ഇതിന് നമ്മൾ ഐപാഡ് പ്രോ. അപ്പോൾ ഇത് നമുക്ക് സൈഡിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാൻ പറ്റുമ്പോൾ ഒരു C ടൈപ്പ് ചാർജ് ചെയ്യാനുള്ള കേബിള്, അഡാപ്റ്റർ. ഈ 2 ആയിട്ടാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മാനുവലുണ്ട്, ഐപാഡ് പ്രോ യൂസർ മാനുവൽ. ക്യാമറ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയൊരു ഇതിൻ്റെ സ്റ്റിക്കർ, ഐപാഡിൻ്റെ ആപ്പിളിൻ്റെ സ്റ്റിക്കർ, സിമ്മ് ഇടുന്നതിനുള്ള സ്ലോട്ടിന് ഊരിയെടുക്കാനും അതുപോലെ ഉള്ള ഒരു അതിൽ ഒരു പിന്നുണ്ട്. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ഇതിൻ്റെ അൺബോക്സിങ്ങിൻ്റെ മേളിൽ കവറ് റിമൂവ് ചെയ്യാം. ഇതാണ് ഐപാഡ് പ്രോ. സ്റ്റൈലല്ലേ, തിന്നായിട്ടുള്ള. പിന്നെ നമുക്കിനി ഞാൻ ഫസ്റ്റ് ടൈമാണ് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഓണാക്കാം. ആപ്പിളിൻ്റെ ലോഗോ ഓണായി തുടങ്ങി. പല ലാംഗ്വേജിലും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ സ്പീക്കർ, ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ, പിന്നെ മാജിക് കീപാഡിൻ്റെ ഒരു സംഭവം. ഏതല്ല മാജിക് കീപാഡിലെ പെൻ്റെ മാഗ്നറ്റ്. പിന്നെ ഇവിടെ സിം ഇടാനുള്ള സ്ലോട്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇതിന്. പിന്നെ അടിയിൽ C ടൈപ്പ് മറ്റേ ചാർജിങ്ങിൻ്റെ പോർട്ടും ഐറ്റങ്ങളാണ് ഇത് നമുക്ക് കാണാനുള്ളത്. ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷ്, യുണൈറ്റഡ് കിങ്ഡം,
കേസും അതേപോലെ കീപാഡോട് കൂടിയതുള്ളത് വയർലെസ് ആണ്. ഇതിൻ്റെ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. ഇതാണ് അപ്പോൾ അതിൻ്റെ കീപാഡും കേസും ഉള്ളത്. നമുക്ക് ഇത് കേസ് മാത്രം മതി, കേസ് മാത്രമേ കൊണ്ടെടുക്കാം. പിന്നെ കീപാഡ് ഇതിൻ്റെ ബാക്ക് സൈഡ് മാഗ്നറ്റാണ്. അതേപോലെ ഇത് ഡിഫറെൻറ്റ് കളറ് ലൈറ്റ് തെളിയുന്നതാണ്. പിന്നെ വേറെ അൺബോക്സിങ് വേറെ ഇതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഇതിലേക്ക് ഒരു പോർട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ USB ഇതൊക്കെ അതിനൊക്കെ പകരം നമുക്കൊരു USB-C ഹമ്പ് എന്ന് പറഞ്ഞ സാധനം മേടിക്കണം. അപ്പോൾ ഇതിലാണ് നമുക്ക് USB അതുപോലെ മെമ്മറി കാർഡെല്ലാം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. അൺബോക്സിങ് ഇതിൻ്റെ കൂടെ വരുന്നതിന് ഒരു മാനുവലുണ്ട്, ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇതാണ് സംഭവം, USB-C ഹമ്പ്. മറ്റേ ചെറിയ ടൈപ്പ് മെമ്മറി കാർഡും മറ്റേ അതിൻ്റെ കേസോട് കൂടി വലുത് ഇടാൻ പാകത്തിന്. പിന്നെ ഇത് C പോർട്ട് ചാർജിങ്ങിനുള്ള, ഇത് മറ്റേ നമ്മുടെ USB കണക്ട് ചെയ്യുന്നതിനുള്ള, ഇത് HD കേബിൾ കണക്ട് ചെയ്യുന്നതിനുള്ള സംഭവങ്ങളാണ്, പോർട്ടാണ്. ഇത് മറ്റേ C പോർട്ടാണ്. ഇത്രയാണ് ഇന്നത്തെ അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.